നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമല്ലേ. ഒരുപാട് ചോറുകൾ വെച്ച് വിളമ്പി, ഒരുപാട് ഘോഷയാത്രകൾ നടത്തി, ഒരുപാട് മെഗാ ദഫ് മേളകൾ നടത്തി. നല്ലത് തന്നെ. നടത്തിയവർക്കും നടത്താൻ പ്രോത്സാഹിപ്പിച്ചവർക്കും അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ഫ്രിഡ്ജ് മുതൽ സ്വർണത്തിന്റെ കോയൻ മുതൽ അല്ലാ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നൽകി. ഉമ്മത്തെ, മുസ്ലിം ഉമ്മത്തെ, ഓ സമൂഹമേ, സമുദായമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക് മടങ്ങിയോ? ഞാൻ മടങ്ങിയോ? നിങ്ങൾ മടങ്ങിയോ? ഈ ഉമ്മത്ത് മടങ്ങിയോ? അല്ലാ നേരം വെളുത്തിട്ടല്ലെങ്കിൽ പറ്റാ പതിര നേരത്ത് അതേ നബിദിനത്തിന് വേണ്ടി ഡെക്കറേഷൻ ഒട്ടിച്ചവർ, കൊടി കെട്ടിയവർ, റാലി നടത്താൻ വേണ്ടി സജ്ജീകരണമൊരുക്കിയവർ സുബ്ഹി ഖളാക്കുന്നു, സുബ്ഹി നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നു. അല്ലാ, ഇതാണോ നബിദിനത്തിന് നമ്മൾ നൽകേണ്ട സന്ദേശം? അല്ല. നിങ്ങൾ കണ്ടില്ലേ അയ്യപ്പ ഭക്തന്മാർ സുബ്ഹാനല്ലാഹ് കറുപ്പ് തുണിയുടുത്ത് അവരതാ ജപമാല ധരിച്ചിട്ട് അതാ സ്വാമിയെ വിളിച്ചുകൊണ്ട് അതാ മരം കോച്ചുന്ന തണുപ്പത്ത് പോലും പാതിരാക്കെഴുന്നേറ്റിട്ട് അവര് അതാ പുഴയിലും കുളത്തിലും പോയി കുളിച്ചിട്ട് അവര് അതാ കുറി തൊട്ടിട്ട് തുളസിയില അതാ ചെവിയിൽ വെച്ചിട്ട് സുബ്ഹാനല്ലാഹ് അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ നല്ലപോലെ നിറവേറ്റുമ്പോൾ ഉമ്മ പെങ്ങളെ, കന്യാസ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതാണ് ആ കന്യാസ്ത്രീകൾ? സുബ്ഹാനല്ലാഹ് അവര് മക്കന ധരിക്കുന്നു, ഫുൾ കൈ ഷർട്ട് ധരിക്കുന്നു, മുടിയൊന്നും പുറത്താക്കാതെ വെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന കന്യാമഠത്തിലെ കന്യാസ്ത്രീകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തില് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കട്ടെ, പറയാൻ ആഗ്രഹിക്കട്ടെ. ഓ ഉമ്മ, തലമുടി എത്ര വട്ടം കാണിച്ചു പോയി? ചേട്ടൻ അനുജനേറ്റന്റെ ഭാര്യ അനുജന്റെ മുമ്പിൽ അതാ നിന്ന് പോയില്ലേ? അനുജന്റെ മുമ്പിൽ വെളിവാക്കി പോയില്ലേ? ഔറത്ത് വെളിവാക്കിയില്ലേ? ഉമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കണം, മഹാനായ നബി തങ്ങളെ പഠിപ്പിച്ചതെന്താ? സുബ്ഹാനല്ലാഹ്. ഉമ്മ പെങ്ങളെ, നബി തങ്ങള് പറഞ്ഞില്ലേ, മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, റഹ്മത്തുമായിട്ട് ഭൂമിയിൽ ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യവുമായിട്ട് ഭൂമിയിൽ ഇറങ്ങുമ്പോ പെണ്ണ് അതാ മുസ്ലിം പെണ്ണുങ്ങള് അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം പെണ്ണ് വീട്ടിലോ പരിസരത്തോ തലയിൽ തട്ടമിടാതെ സുബ്ഹാനല്ലാഹ് അതേ തലമുടി തുറന്നിട്ട് നടക്കുന്ന പെണ്ണാണെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു, എന്റെ നിന്റെ റഹ്മത്തുമായി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നില്ല എന്ന് പറയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഉമ്മ പെങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹ് എന്തെല്ലാം ആണ് നിഅമത്ത് ചെയ്തു തന്നത്? നിങ്ങൾ തിരുവനന്തപുരം RCCയിലും മലബാർ ക്യാൻസർ സെന്ററിലും ഒന്ന് പോയി നോക്കണേ. തലയിൽ നീലമഷി കൊണ്ട് അടയാളപ്പെടുത്തിയവർ, തലയിൽ ഒരു മുടി പോലുമില്ലാതെ മുടി കൊഴിഞ്ഞു പോയവർ, രക്ഷിതാക്കളെ, യുവാക്കളെ, മീശ കൊഴിഞ്ഞു പോയവർ, താടി കൊഴിഞ്ഞു പോയവർ, തലമുടി
കൊഴിഞ്ഞു പോയവർ, ചുക്കിച്ചുളിഞ്ഞവർ, അല്ലാ എല്ലാം തൊലയുമായവർ, ബ്ലഡ് ക്യാൻസറാണ്, ക്യാൻസറാണ്. അല്ലാ 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 നമുക്ക് നല്ല ആരോഗ്യം തന്നു, നല്ല റാഹത്തുള്ള സൗന്ദര്യം തന്നു. അതൊക്കെയും എന്തിനു വേണ്ടിയാണ്? മുത്തുനബി പഠിപ്പിക്കുന്നു, വഖുദ് മിൻ സിഹ്ഹതിക ഖബല മർദിക. മോനെ, നിനക്ക് രോഗം വരുന്നതിന്റെ മുമ്പ് നീ ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിലേക്ക് വാ, നിസ്കരിക്കാൻ വാ, ജുമഅക്ക് നേരത്തെ വാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വഖുദ് മിൻ സിഹ്ഹതിക ഖബല മർദിക. കസേരയിൽ ഇരിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് നല്ല ആരോഗ്യമുള്ള സമയത്ത് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുമോനെ, പെങ്ങളെ നിസ്കരിക്കോ. വമിൻ ഹയാതിക ഖബല മൗതിക. മരിക്കുന്നതിന് മുമ്പ് ജീവിതകാലത്ത് വല്ലതും ചെയ്തു വെച്ചോ, വല്ലതും ചെയ്തു വെച്ചോ. ചില ആളുകൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ഒരു 70,000 ദിക്ർ ചൊല്ലിപ്പിച്ചാൽ ഒക്കെ രക്ഷപ്പെട്ടു എന്ന് ധരിക്കുന്ന കുറെ ആളുകളുണ്ട്. അതിന്റെ മുമ്പ് എന്ത് തോന്നിവാസവും ചെയ്യാം, പള്ളിയിലും വരണ്ട, നിസ്കരിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. മരിച്ചു കഴിഞ്ഞാൽ ഒരു 70,000 ദിക്ർ 3-നോ 7-നോ ചൊല്ലിക്കുക, അതോടുകൂടി മൂപ്പര് രക്ഷപ്പെട്ടു പോയി എന്നുള്ള ചിന്തയാണ്. ഇല്ല, ദിക്ർ ചൊല്ലിക്കണ്ട എന്നല്ല, ദിക്ർ ചൊല്ലിക്കുന്നത് തെറ്റുമെന്നല്ല, ദിക്ർ ചൊല്ലണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്, ചൊല്ലിക്കണമെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചത്. എന്നാൽ മരിക്കുന്നതിന് മുമ്പ് നല്ലവരായി ജീവിക്കണേ, നല്ലവരുമായി ബന്ധപ്പെടണേ, നല്ലവരിലേക്ക് അടുത്തു വരണേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മരിച്ചിട്ട് ആ ജീവിതകാലത്ത് വല്ല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പൊറുക്കാനാണ് മുഅ്മിനെ 70,000 ദിക്ർ. അത് അല്ലാഹു മായ്ച്ചു കളയാനാണ് 70,000 ദിക്ർ. താന്തോന്നിയായി ജീവിച്ച് അല്ലാഹ് താന്തോന്നിയായി മരിച്ചിട്ട് 70,000 ദിക്ർ ചൊല്ലിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? നല്ലവരുമായി ബന്ധപ്പെട്ട് ജീവിക്കണം, നല്ലതുമായി പറയണം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മോനെ, മോളെ, മുത്തുനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ മാസത്തിൽ, വിട പറയാനൊരുങ്ങുന്ന മാസത്തിൽ നാളെ നാളെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട.